ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ മാസം നടക്കാനിരിക്കുന്ന ഫയർമാൻ, ഫയർ വുമൺ അതുപോലെ CPO പരീക്ഷകൾക്ക് നിങ്ങൾ ഉറപ്പായിട്ടും നോക്കിയിരിക്കേണ്ട +2 സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലെ ഹിസ്റ്ററി വിഭാഗത്തിൽ കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ചാപ്റ്റേഴ്സിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് ഫോക്കസ് പോയിന്റ്സ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് മഹാത്മാഗാന്ധിയും ദേശീയ പ്രസ്ഥാനവും എന്ന ഭാഗമാണ്. അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കിയിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന 3 പ്രധാന സമരങ്ങളെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതാനാണ്. അപ്പൊ ഇന്ത്യയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രധാന സമരങ്ങൾ, 3 പ്രധാന സമരങ്ങൾ: നിസ്സഹരണ പ്രസ്ഥാനം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം, ക്വിറ്റ് ഇന്ത്യ സമരം. നിസ്സഹരണ പ്രസ്ഥാനം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം, ക്വിറ്റ് ഇന്ത്യ സമരം എന്നിവയാണ്. ഇനി ഗാന്ധിജിയെ പറ്റി കുറച്ച് വാക്ക്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിലാണ് ഗാന്ധിജി ജനിച്ചത്. ഇംഗ്ലണ്ടിൽ നിന്നും നിയമബിരുദം നേടിയ ശേഷം ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവെറിയൻ ഭരണകൂടത്തിന്റെ വംശീയ വിവേചനങ്ങൾക്കെതിരെ ഐതിഹാസിക പോരാട്ടം നടത്തി. ദക്ഷിണാഫ്രിക്കയാണ് ഗാന്ധിജിയെ നിർമ്മിച്ചതെന്ന് പ്രശസ്ത ചരിത്രകാരൻ ചന്ദൻ ദേവനേശൻ അഭിപ്രായപ്പെടുന്നു. അപ്പൊ ദക്ഷിണാഫ്രിക്കയാണ് ഗാന്ധിജിയെ നിർമ്മിച്ചതെന്ന് അഭിപ്രായപ്പെട്ട പ്രശസ്ത ചരിത്രകാരൻ ആരാണ് എന്ന് ചോദിച്ചാൽ ചന്ദൻ ദേവനേശൻ ആണെന്ന് ഓർക്കുക. ഇനി നിസ്സഹരണ പ്രസ്ഥാനത്തെ പറ്റിയാണ്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നടത്തിയ ആദ്യത്തെ വലിയ സമരമാണ് നിസ്സഹരണ പ്രസ്ഥാനം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നടത്തിയ ആദ്യത്തെ വലിയ സമരമാണ് നിസ്സഹരണ പ്രസ്ഥാനം. റൗലറ്റ് നിയമങ്ങൾ, ജാലിയൻ വാലാബാഗ് ദുരന്തം, ഖിലാഫത്ത് പ്രസ്ഥാനം എന്നിവ നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് ഗാന്ധിജിക്ക് പ്രേരണ നൽകി. ഏതൊക്കെയാണ്? റൗലറ്റ് നിയമങ്ങൾ, ജാലിയൻ വാലാബാഗ് ദുരന്തം, ഖിലാഫത്ത് പ്രസ്ഥാനം എന്നിവ നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് ഗാന്ധിജിക്ക് പ്രേരണ നൽകി. 1920 ഡിസംബറിൽ നാഗ്പൂരിൽ കൂടിയ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം നിസ്സഹരണ പരിപാടി അംഗീകരിച്ചു. 1920 ഡിസംബറിൽ നാഗ്പൂരിൽ കൂടിയ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനമാണ് നിസ്സഹരണ പരിപാടി എന്ത് ചെയ്തത്? അംഗീകരിച്ചത്. അങ്ങനെ നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിക്കുകയും ചെയ്തു. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരുന്ന PSC എക്സാമുകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു കോംബോ ഓഫർ എന്ന് പറയുന്നത് കേരള PSC എക്സാംസിനും KS എക്സാംസിനും വേണ്ടിയുള്ള കോംബോ ഓഫറാണ്. 6 മാസത്തെ, 12 മാസത്തെ, 24 മാസത്തെ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ കോംബോ ഓഫറായിട്ട് നല്ല ഒരു ഓഫർ പ്രൈസിലാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. കൂടാതെ 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. അതുപോലെ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ അൺഅക്കാഡമി തുടങ്ങിയ സമയം മുതലുള്ള കോഴ്സുകളും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും ഒറ്റ സബ്സ്ക്രിപ്ഷന് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. 10th ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ട് മാർച്ച് 2 ഒരു 100 ഡേയ്സ് കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഈ കോഴ്സും ഒറ്റ സബ്സ്ക്രിപ്ഷന് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കൂടാതെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് 150 ഡേയ്സ് ബാച്ച് കോഴ്സ് ഓൾറെഡി തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇപ്പോഴും ജോയിൻ ചെയ്യാവുന്നതാണ്. KS എക്സാമിന് വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രിലിംസ് ആൻഡ് മെയിൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ളത്. അതുപോലെ SCRT മാത്രം ഫോക്കസ് ചെയ്ത് 120 ഡേയ്സ് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ബെവ്കോ LDX ഫ്രീ ആയിട്ട് ചാമ്പ്യൻഷിപ്പ് ടെസ്റ്റ് ഉണ്ട്. അതുപോലെ പ്ലസ് ടെസ്റ്റ് ഉണ്ട്. എല്ലാം നിങ്ങൾക്ക് കയറി അറ്റൻഡ് ചെയ്യാവുന്നതാണ്. 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? അപ്പൊ പ്രസ്താവന ചോദ്യങ്ങളിൽ താഴെ തന്നിരിക്കുന്നത് നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തതേത്, പെടുന്നതേത് എന്ന് ചോദിക്കാം. അപ്പൊ നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? പഞ്ചാബ് പ്രശ്നത്തിന് പരിഹാരം കാണുക, പഞ്ചാബ് പ്രശ്നത്തിന് പരിഹാരം കാണുക, ഖിലാഫത്ത് പ്രശ്നം തീർക്കുക, സ്വരാജ് നേടുക. നിസ്സഹരണ അഹിംസയിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു. നിസ്സഹരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് അഹിംസയിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു. ഇതിൽ ക്രിയാത്മകവും നിഷേധാത്മകവുമായ പരിപാടികൾ ഉണ്ടായിരുന്നു. നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കിലും ഇക്കാര്യം പറയുന്നുണ്ട്. ക്രിയാത്മകമായിട്ടുള്ളതും അതുപോലെ നിഷേധാത്മകമായിട്ടുള്ളതുമായ പരിപാടികൾ നിസ്സഹരണ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നു. അതിൽ ക്രിയാത്മക പരിപാടികളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സ്വദേശി പ്രചാരണം, ഐത്തോച്ചാടനം, ഹിന്ദു മുസ്ലിം മൈത്രി വളർത്തൽ, മദ്യനിരോധനം, വിദ്യാഭ്യാസത്തിന്റെ ദേശസാൽക്കരണം, ചർക്കയും ഖാദിയും പ്രചരിപ്പിക്കൽ. ഇതാണ് ക്രിയാത്മക പരിപാടികളിൽ ഉൾപ്പെടുന്നത്. സ്വദേശി പ്രചാരണം, ഐത്തോച്ചാടനം,
ഹിന്ദു മുസ്ലിം മൈത്രി വളർത്തൽ, മദ്യനിരോധനം, വിദ്യാഭ്യാസത്തിന്റെ ദേശസാൽക്കരണം, ശർക്കയും ഖാദിയും പ്രചരിപ്പിക്കൽ. നിഷേധാത്മക പരിപാടികളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോടതികൾ, നിയമനിർമ്മാണ സഭകൾ തുടങ്ങിയവ ബഹിഷ്കരിക്കുക. ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോടതികൾ, നിയമനിർമ്മാണ സഭകൾ തുടങ്ങിയവ ബഹിഷ്കരിക്കുക. ഔദ്യോഗിക ചടങ്ങുകൾ ബഹിഷ്കരിക്കുക. നികുതി നിഷേധിക്കുക. ഗവൺമെന്റ് ഉദ്യോഗങ്ങൾ, പദവികൾ മുതലായവ ബഹിഷ്കരിക്കുക. ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോടതികൾ, നിയമനിർമ്മാണ സഭകൾ തുടങ്ങിയവ ബഹിഷ്കരിക്കുക. ഔദ്യോഗിക ചടങ്ങുകൾ ബഹിഷ്കരിക്കുക. നികുതി നിഷേധിക്കുക. ഗവൺമെന്റ് ഉദ്യോഗങ്ങൾ, പദവികൾ മുതലായവ ബഹിഷ്കരിക്കുക. നിസ്സഹകരണ പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ ഗവൺമെന്റ് എല്ലാ മർദ്ദന മുറകളും സ്വീകരിച്ചു. എന്നാൽ സമരം ശക്തമായി തന്നെ മുന്നോട്ടു പോയി. പക്ഷേ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു. അതിന് കാരണമായ സംഭവമാണ് ഏത്? ചൗരി ചൗര സംഭവം. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു. എന്താണ് ഈ ചൗരി ചൗര സംഭവം? 1922 ഫെബ്രുവരിയിൽ കർഷകർ നടത്തിയ ഒരു ജാഥയ്ക്ക് നേരെ പോലീസ് വെടിവെച്ചതോടെയാണ് അക്രമം പൊട്ടിപ്പുറപ്പെട്ടത്. രോഷാകുലരായ ഒരു സംഘം കർഷകർ ചൗരി ചൗരയിലെ ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും തീവെക്കുകയും ചെയ്തു. ഇതില് 22 പോലീസുകാരാണ് കൊല്ലപ്പെട്ടത്. അപ്പൊ ഈ സംഭവത്തെ തുടർന്നാണ് ഗാന്ധിജി എന്ത് ചെയ്തത്? നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചത്. അടുത്തത് സിവിൽ നിയമലംഘന പ്രസ്ഥാനമാണ്. അപ്പൊ പ്രധാനപ്പെട്ട സമരങ്ങളിൽ രണ്ടാമത്തത് സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ വലിയ പ്രക്ഷോഭമാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ടാണ് ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. ഉപ്പ് നികുതിയെ കേന്ദ്ര പ്രശ്നമാക്കി സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാനുള്ള ഗാന്ധിജിയുടെ തീരുമാനം തികച്ചും തന്ത്രപരമായ നീക്കമായിരുന്നു. ഇതിനെ തുടർന്നാണ് ദണ്ഡിയാത്ര നടന്നത്. 1930 മാർച്ച് 12 ഗാന്ധിജി സുപ്രസിദ്ധമായ ദണ്ഡിയാത്ര ആരംഭിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട 78 അനുയായികളോടൊപ്പം അദ്ദേഹം സബർമതി ആശ്രമത്തിൽ നിന്നും ഏതാണ്ട് 200 മൈൽ ദൂരെയുള്ള ദണ്ഡിയിലേക്ക് മാർച്ച് ചെയ്തു. 1930 ഏപ്രിൽ 6 ഗാന്ധിജിയും അനുയായികളും ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കി. പ്രക്ഷോഭം രാജ്യം മുഴുവൻ വ്യാപിച്ചു. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്ത്രീകളുടെ പങ്കാളിത്തമായിരുന്നു. തൊഴിലാളികൾ പണിമുടക്കി. അഭിഭാഷകർ ബ്രിട്ടീഷ് കോടതികൾ ബഹിഷ്കരിച്ചു. വിദ്യാർത്ഥികൾ ഗവൺമെന്റ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിച്ചു. ഇത്രയാണ് ദണ്ഡിയാത്ര. അപ്പോ ഗാന്ധി ഇർവിൻ ഉടമ്പടി എന്ന് പറയുന്നത് 1931 മാർച്ച് 5 ഗാന്ധിജിയും ഇർവിൻ പ്രഭുവും ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. ഗാന്ധി ഇർവിൻ കരാർ അഥവാ ഡൽഹി കരാർ എന്ന പേരിലാണ് ഇത് അറിയപ്പെട്ടത്. അപ്പൊ ഈ കരാറിലെ വ്യവസ്ഥ പ്രകാരം സിവിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജി എന്ത് ചെയ്തു? തീരുമാനിച്ചു. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഗാന്ധിജി സമ്മതിച്ചു. അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരൊഴികെ എല്ലാ തടവുകാരെയും വിട്ടയക്കാമെന്ന് ഗവൺമെന്റ് സമ്മതിച്ചു. കൂടാതെ തീരപ്രദേശങ്ങളിൽ പരിമിതമായ തോതിൽ ഉപ്പുണ്ടാക്കാൻ ഇന്ത്യക്കാർക്ക് അനുവാദവും കിട്ടി. അടുത്തത് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനമാണ്. 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചു. ക്രിപ്സ് ദൗത്യത്തിന്റെ പരാജയമാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ ഉത്ഭവത്തിന് ഉള്ള ആസന്നമായ കാരണം. 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനം ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിട്ടുപോകാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രമേയം പാസാക്കി. ഈ പ്രമേയം ക്വിറ്റ് ഇന്ത്യ പ്രമേയം എന്ന പേരിൽ അറിയപ്പെടുന്നു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന മന്ത്രവുമായി സമരരംഗത്തിറങ്ങാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. 1942 ഓഗസ്റ്റ് 9 രാവിലെ ഗാന്ധിജി ഉൾപ്പെടെ എല്ലാ ഉന്നത നേതാക്കന്മാരെയും അറസ്റ്റ് ചെയ്തു. രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പ്രതിഷേധങ്ങളും പണിമുടക്കുകളും അരങ്ങേറി. ഇതാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. അത്രയാണ് ആ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ നോക്കിയിരിക്കേണ്ട പോയിന്റ്സ്. അടുത്തത് കേരള ടുവേർഡ്സ് മോഡേണിറ്റി, കേരളം ആധുനികതയിലേക്ക് എന്ന ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ട ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. ഈ ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് പോയിന്റ്സ് PSC ചോദിച്ചിട്ടുമുണ്ട്. നോക്കാം. ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിക്കപ്പെട്ടതോടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ചെറുത്തുനിൽപ്പിന്റെ ഒരു പുതുയുഗത്തിന് തുടക്കമായി. നാട്ടുമുഖ്യന്മാരും ജനങ്ങളും ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കലാപത്തിന്റെ കൊടി ഉയർത്തി. ഈ പ്രസ്ഥാനങ്ങൾക്ക് മലബാറിൽ പഴശ്ശിരാജ, കുറിച്യർ, മാപ്പിള കർഷകർ എന്നിവരും തിരുവിതാംകൂറിൽ വേലുത്തമ്പി ദളവയും കൊച്ചിയിൽ പാലിയത്തച്ഛനുമാണ് നേതൃത്വം നൽകിയത്. അപ്പൊ ഈ ഓരോ കലാപങ്ങളെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തേത് പഴശ്ശി കലാപം. ബ്രിട്ടീഷ് ഭരണകാലത്ത്
ദക്ഷിണേന്ത്യയിൽ പൊട്ടിപ്പുറപ്പെട്ട നിരവധി കലാപങ്ങളിൽ ഏറ്റവും ഗൗരവമേറിയതായിരുന്നു പഴശ്ശി കലാപം. ഈ കലാപത്തിന്റെ വീരപുരുഷൻ കേരളവർമ്മ പഴശ്ശിരാജയായിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ പഴശ്ശി കലാപത്തിന് 2 ഘട്ടങ്ങളാണ് ഉണ്ടായിരുന്നത്, എല്ലാവർക്കും അറിയാം. ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് PSC പ്രിലിംസിന് 10th പ്രിലിംസിന് ചോദിച്ചതാണ്. ഒന്നാം പഴശ്ശി കലാപം നടന്ന കാലഘട്ടം 1793 മുതൽ 1797 വരെ. 93 മുതൽ 97 വരെയായിരുന്നു ഒന്നാം ഘട്ടം എന്ന് പറയുന്നത്. എന്താണ് ഇങ്ങനെ ഒരു കലാപം അരങ്ങേറാനുള്ള കാരണം? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു ഒന്നാം കലാപത്തിന്റെ പ്രാഥമിക കാരണം. 1792 മലബാർ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായപ്പോൾ നികുതി പിരിക്കാനുള്ള അധികാരം അവർ പ്രാദേശിക ഭരണാധികാരികൾക്ക് നൽകി. അവരുടെ നികുതി നിർണയവും പിരിവും നിഷ്ഠൂരമായിരുന്നു. ഇതിനു പുറമെ പഴശ്ശിയുടെ എതിർപ്പിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു? ശ്രീരംഗപട്ടണം സന്ധിക്ക് ശേഷം നികുതി പിരിക്കാനുള്ള അധികാരം കമ്പനി നൽകിയത് കുറുമ്പ്രനാട് രാജാവിനായിരുന്നു. ആ ഒരു കാരണവും പഴശ്ശിയുടെ എതിർപ്പിന് റീസണായി. ബ്രിട്ടീഷുകാർക്കുള്ള നികുതി പിരിവ് തടഞ്ഞുകൊണ്ടാണ് പഴശ്ശി രാജാവ് കലാപത്തിന് തുടക്കം കുറിച്ചത്. മുസ്ലിം, നായർ കർഷകരും ഗോത്രകാരായ കുറിച്യരും കുറുമ്പരും ഉൾപ്പെടുന്ന പഴശ്ശിയുടെ സൈന്യം കമ്പനിയുടെ സേനയ്ക്കെതിരെ അതിശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തി. മൈസൂർ ഭരണാധികാരിയായ ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്കെതിരെ വീണ്ടും യുദ്ധം ആരംഭിച്ചതോടെ പഴശ്ശിയുമായി ബ്രിട്ടീഷുകാർ സന്ധിക്ക് തയ്യാറായി. ഇതോടെ കലാപത്തിന്റെ ഒന്നാം ഘട്ടം അവസാനിച്ചു. അത് കഴിഞ്ഞ് രണ്ടാം ഘട്ടം തുടങ്ങിയത് 1800-ലാണ്. വയനാടിനെ ചൊല്ലിയുള്ള തർക്കമാണ് രണ്ടാം ഘട്ടത്തിന് വഴിയൊരുക്കിയത്. കുറിച്യരുടെയും കുറുമ്പരുടെയും സഹായത്തോടെ പഴശ്ശിരാജാവ് ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ പോരാട്ടമാണ് നടത്തിയത്. തലശ്ശേരിയിലെ കളക്ടറായിരുന്ന തോമസ് ഹാർവി ബേബർ കോൽക്കാർ എന്ന ഒരു പ്രാദേശിക സൈന്യത്തിന്റെ സഹായത്തോടെയാണ് ആരെ ആക്രമിച്ചത്? പഴശ്ശിരാജയെ ആക്രമിച്ചത്. ഈ കോൽക്കാർ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ 1805 നവംബർ 30 വയനാട്ടിലെ മാവിലാന്തോട് എന്ന സ്ഥലത്ത് വെച്ച് നടന്ന ഏറ്റുമുട്ടലിലാണ് പഴശ്ശിരാജാവ് കൊല്ലപ്പെട്ടത്. 1805 നവംബർ മാസം 30. ഇത്രയാണ് പഴശ്ശി കലാപത്തെ പറ്റി ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ്. അടുത്തത് വേലുത്തമ്പിയും പാലിയത്തച്ഛനുമാണ്. തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും റെസിഡന്റായി നിയമിതനായ മെക്കാളെ ആഭ്യന്തര ഭരണകാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാൻ തുടങ്ങിയതാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പിയെയും പാലിയത്തച്ഛനെയും പ്രേരിപ്പിച്ചത്. എന്താണ്? മെക്കാളെയുടെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള ഇടപെടൽ. തിരുവിതാംകൂറിന്റെ സാമ്പത്തിക വിഷമതകൾ പരിഗണിക്കാതെ കമ്പനിക്ക് നൽകുവാനുള്ള കപ്പം ഉടൻ അടച്ചു തീർക്കണമെന്ന് മെക്കാളെ വാശി പിടിച്ചു. കൂടാതെ ഭാരിച്ച നികുതി കുടിശ്ശിക വരുത്തിവെച്ച മാത്തൂ തരകന്റെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള വേലുത്തമ്പി ദളവയുടെ ഉത്തരവ് മെക്കാളെ റദ്ദാക്കുകയും ചെയ്തു. മെക്കാളെയുമായി ശത്രുത വെച്ച് പുലർത്തിയിരുന്ന കൊച്ചിയിലെ പാലിയത്തച്ഛനുമായി വേലുത്തമ്പി ഒരു രഹസ്യ ധാരണയിലെത്തി. മൗറീഷ്യസിലെ ഫ്രഞ്ചുകാരുടെ സഹായവും വേലുത്തമ്പി തേടുകയുണ്ടായി. വേലുത്തമ്പിയുടെയും പാലിയത്തച്ഛന്റെയും സംയുക്ത സൈന്യം 1808 മെക്കാളയുടെ കൊച്ചിയിലെ വസതിക്കു നേരെ ഒരു ആക്രമണം നടത്തി. പക്ഷേ ഈ ആക്രമണത്തിൽ നിന്ന് മെക്കാളെ രക്ഷപ്പെട്ടു. കലാപം നടന്നുകൊണ്ടിരിക്കെ കുണ്ടറയിലെത്തിയ വേലുത്തമ്പി അവിടെ വെച്ച് 1809 ജനുവരിയിൽ ഒരു വിളംബരം നടത്തി. അതാണ് കുണ്ടറ വിളംബരം എന്നറിയപ്പെട്ടത്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൽ ജനങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നടത്തിയ വിളംബരമാണ്. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൽ ജനങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നടത്തിയ പോരാട്ടമാണ് അല്ലെങ്കിൽ വിളംബരമാണ് കുണ്ടറ വിളംബരം. ബ്രിട്ടീഷുകാർ കൊച്ചി ആക്രമിച്ചതോടെ പാലിയത്തച്ഛൻ യുദ്ധരംഗത്ത് നിന്നും പിന്മാറി. ബ്രിട്ടീഷുകാരുടെ ഭീഷണിക്ക് വഴങ്ങിയ തിരുവിതാംകൂർ രാജാവ് വേലുത്തമ്പിയെ സ്ഥാനഭ്രഷ്ടനാക്കുകയും വേലുത്തമ്പിയെ പിടികൂടാൻ ഉത്തരവിടുകയും ചെയ്തു. വേലുത്തമ്പി മണ്ണടിയിലെ ഒരു വീട്ടിൽ അഭയം പ്രാപിച്ചു. ഈ ബ്രിട്ടീഷ് സേനകൾ വീട് വളഞ്ഞപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഗാന്ധിജി ആൻഡ് നാഷണലിസ്റ്റ് മൂവ്മെന്റ്, അതുപോലെ കേരള ടുവേർഡ്സ് മോഡേണിറ്റി. ഈ കേരള ടുവേർഡ്സ് മോഡേണിറ്റിയിൽ ഇനിയും കുറച്ച് പോയിന്റ്സ് പറയാനുണ്ട്. അത് അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, വീണ്ടും കാണാം. താങ്ക്